നമസ്കാരം. ഇറാനുമായുള്ള സമാധാന ചർച്ചകൾക്കിടെ ഇസ്രയേൽ മുതിർന്ന ഇറാനിയൻ നേതാക്കളെ വധിക്കാൻ ലക്ഷ്യമിട്ടിരുന്നു എന്ന US മാധ്യമ റിപ്പോർട്ടുകൾ പാടെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ് ഇസ്രയേൽ. ഇത്തരമൊരു വാർത്ത വ്യാജമാണെന്നും യാഥാർത്ഥ്യത്തെ വളച്ചൊടിച്ച റിപ്പോർട്ടുകളാണ് എന്നും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കുകയാണ്. ഇസ്രയേലിനെ കുറിച്ച് ഇറാനിയൻ മാധ്യമസ്ഥരെ കുറിച്ചും ന്യൂയോർക്ക് ടൈംസ് പ്രസിദ്ധീകരിച്ച പുതിയ വാർത്ത എപ്പോഴത്തെ പോലെ വ്യാജമെന്നാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നത്. യുഎസുമായുള്ള മധ്യസ്ഥ ചർച്ചകൾക്കിടെ ഇറാനിലെ രണ്ട് മുതിർന്ന നേതാക്കളെ വധിക്കാനായി ഇസ്രയേൽ പദ്ധതി ഇട്ടിരുന്നതായാണ് US ഉദ്യോഗസ്ഥർ ഭയപ്പെട്ടിരുന്നു. ഇക്കാര്യമാണ് ന്യൂയോർക്ക് ടൈംസ് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടത്. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാജി, പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഖർ ഗാലിബ് എന്നിവരെയായിരുന്നു ഇസ്രയേൽ ലക്ഷ്യമിട്ടിരുന്നു എന്നായിരുന്നു വാർത്ത. ഏപ്രിലിൽ ഇറാനുമായുള്ള വെടിനിർത്തൽ ചർച്ചകൾ ആരംഭിച്ചിരുന്ന അവസരത്തിലായിരുന്നു US ഉദ്യോഗസ്ഥർ ഇസ്രയേലിന്റെ പദ്ധതിയെക്കുറിച്ച് ഭയപ്പെട്ടിരുന്നത്. സമാധാന ശ്രമങ്ങൾക്കിടെ ഇറാന്റെ നേതാക്കൾക്ക് നേരെ ഏതെങ്കിലും രീതിയിലുള്ള വധശ്രമം ഉണ്ടായാൽ അത് കാര്യങ്ങൾ കൂടുതൽ വഷളാക്കുകയും യുദ്ധം രൂക്ഷമാവുകയും ചെയ്യുമെന്ന് US ഉദ്യോഗസ്ഥർക്ക് ആശങ്കയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നേതാക്കളെ ഇസ്രയേൽ ലക്ഷ്യമിട്ടേക്കാമെന്ന മേഖലയിലെ മറ്റു രാജ്യങ്ങൾ വഴി ഇറാന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തത്. ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാജിയും പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഖറും ഇവരെ കേന്ദ്രീകരിച്ചായിരുന്നു യുഎസിന്റെ ആശങ്കകൾ. ഇവർ ഇരുവരുമായിരുന്നു അയൽ രാജ്യങ്ങളുമായി യുഎസുമായുള്ള വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് നേതൃത്വം നൽകിയത്. ഇപ്പോഴത്തെ പോലെ മുമ്പത്തെയും അമേരിക്കൻ ഉന്നത ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ടായിരുന്നു റിപ്പോർട്ട്. സമാധാന ചർച്ചകൾക്കിടെ ഈ രണ്ടു നേതാക്കൾക്ക് നേരെയും വധശ്രമമുണ്ടായാൽ അത് ചർച്ചകളെ സ്വാഭാവികമായും തകിടം മറിക്കും. മാത്രമല്ല, സംഘർഷം എന്ത് ചെയ്യും? പുനരാരംഭിക്കുകയും ചെയ്യും. അന്നേരം അപ്പോൾ എന്ത് ചെയ്യും? ഇസ്രയേൽ ഈ നേതാക്കളെ ലക്ഷ്യം വെച്ചിരുന്നത്, അതായത് വധിക്കാൻ ലക്ഷ്യം വെക്കാനുള്ള സാധ്യത ഉള്ളതിനാലാണ് ഇറാന് മുൻകൂട്ടി മുന്നറിയിപ്പ് നൽകാൻ US തയ്യാറായത്. എന്തായാലും സംഘർഷവേളയിൽ എപ്പോൾ വേണമെങ്കിലും ആക്രമിക്കപ്പെട്ടേക്കാവും എന്ന ലക്ഷ്യങ്ങളായാണ് ഇദ്ദേഹം നിറഞ്ഞത്. അതായത് ഇത് സംബന്ധിച്ച മുന്നറിയിപ്പ് ട്രംപ് നൽകിയത്. എന്നാൽ സമാധാന ചർച്ചകൾക്ക് ശേഷം ആക്രമണം ഉണ്ടായാൽ അത് നയതന്ത്ര ശ്രമങ്ങളെ പ്രതികൂലമായി ബാധിക്കുമെന്നായിരുന്നു US ഉദ്യോഗസ്ഥരുടെ വിലയിരുത്തൽ. എന്തായാലും ഖാലിബ് ബാഗ് ഇസ്രയേൽ ലക്ഷ്യങ്ങളിൽ ഒന്നാണെന്നും പിന്നീട് വ്യക്തമായതോടെ അദ്ദേഹത്തിനെതിരെ ആക്രമണങ്ങൾ നടത്തരുത് എന്ന ആവശ്യം US ഉന്നയിക്കുകയായിരുന്നു. നേരത്തെ മാർച്ച് മാസത്തിൽ വാൾസ്ട്രീറ്റ് ജേർണൽ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിലും അരാച്ചിയും ഖാലിബ് ബാഗും ഇസ്രയേൽ ലക്ഷ്യങ്ങളുടെ പട്ടികയിൽ ഉണ്ടായിരുന്നു എന്നാണ് US അഭ്യർത്ഥനയ്ക്ക് പിന്നാലെ താൽക്കാലികമായി ഇരുവരെയും ആ പട്ടികയിൽ നിന്നും ഒഴിവാക്കുകയായിരുന്നു. ഏപ്രിൽ മാസത്തിൽ US വൈസ് പ്രസിഡന്റ് JD വാൻസുമായുള്ള സമാധാന ചർച്ചകൾക്കായി ഖാലിബാൻ ഇസ്ലാമിലേക്ക് വരുന്നതും, അതായത് ഇതിനു മുന്നേ മധ്യസ്ഥരായ പാകിസ്ഥാനും ഖത്തറും മുഖാന്തരം ഇറാൻ US-ൽ നിന്നും ഉറപ്പു തേടിയിരുന്നു എന്നാണ് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇസ്ലാമാബാദ് സന്ദർശനം അരാച്ചിയോ ഖാലിബാനെയോ ഉന്നമിടാനുള്ള അവസരമായി ഇസ്രായേൽ ഉപയോഗപ്പെടുത്തിയേക്കാമെന്നും ഇറാൻ ഭയന്നിരുന്നു. എന്തായാലും ഇറാൻ അതിർത്തിക്കും ഇസ്ലാമാബാദിനും ഇടയിൽ ഇറാൻ സംഘത്തിന്റെ വിമാനത്തിന് പാകിസ്ഥാന്റെ യുദ്ധവിമാനങ്ങൾ അകമ്പടി നൽകുകയും ചെയ്തിരുന്നു എന്നായിരുന്നു റിപ്പോർട്ട്. എന്തായാലും ഇറാൻ നേതാക്കൾക്ക് നേരെ ഒരു ഭീഷണി ഉണ്ടായിരുന്നപ്പോൾ അക്കാര്യം അറിയിക്കാൻ US മനസാന്നിധ്യം കാണിച്ചു എന്നതാണ്. എന്നാൽ ഈ വാർത്ത ഇപ്പോൾ ഇസ്രായേൽ പാടെ തള്ളിക്കളയുകയാണ് ചെയ്യുന്നത്.